ജോൽസനെ ഹണി ട്രാപ്പിൽ കുടുക്കി നഗ്നചിത്രം പകർത്തി കവർച്ച നടത്തിയ കേസിൽ 2 പേർ പിടിയിലായി. മഞ്ചേരി സ്വദേശിനിയും ഗൂഡല്ലൂരിൽ താമസക്കാരിയുമായ മൈമുന, കുറ്റിപ്പള്ളം പാറയ്ക്കാൽ എസ് ശ്രീജേഷ് എന്നിവരെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത്. കൊഴിഞ്ഞാമ്പാറ കല്ലാണ്ടിച്ചള്ളയിലെ വീട് കേന്ദ്രീകരിച്ചാണ് പ്രതികൾ ജോൽസനെ വിളിച്ചുവരുത്തി കവർച്ച നടത്തിയത്. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. കൊല്ലങ്കോട് സ്വദേശിയായ ജോൽസനാണ് തട്ടിപ്പിനിരയായത്. ചൊവ്വാഴ്ച വൈകുന്നേരം മൈമൂനയും മറ്റൊരു യുവാവും ചേർന്ന് കൊല്ലങ്കോട്ടെ ജോൽസിന്റെ വീട്ടിലെത്തി. ഭർത്താവുമായി പിണങ്ങി കഴിയുകയാണെന്നും വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും പൂജ ചെയ്ത് പരിഹാരം കാണണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ചു. അതനുസരിച്ച് ബുധനാഴ്ച രാവിലെ 11 മണിയോടെ കൊഴിഞ്ഞാമ്പാറയിലെത്തിയ ജോൽസിനെ 2 യുവാക്കൾ ചേർന്ന് കല്ലാണ്ടിച്ചള്ളയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊലപാതകം ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ എൻ പ്രതീഷിന്റെ വീട്ടിലേക്കാണ് ജോൽസിനെ കൊണ്ടുപോയത്. ഇവിടെ വെച്ച് പൂജ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾക്കിടെ പ്രതീഷ് അസഭ്യം പറഞ്ഞ് ജോൽസിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിച്ച് വിവസ്ത്രനാക്കുകയും ചെയ്തു. ശേഷം നഗ്നയായി മുറിയിലെത്തിയ മൈമൂനയെ ജോൽസിനൊപ്പം നിർത്തി ഫോട്ടോയും വീഡിയോയും പകർത്തി. തുടർന്ന് ജോൽസിന്റെ കഴുത്തിലുണ്ടായിരുന്ന 4.5 പവൻ വരുന്ന സ്വർണമാലയും മൊബൈൽ ഫോണും 2000 രൂപയും കൈക്കലാക്കി. 20 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും തന്നില്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലും ബന്ധുക്കൾക്കും ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെ അല്പസമയത്തിനു ശേഷം ഇവർ പുറത്തുപോയ തക്കത്തിന് പുറകുവശത്തെ വാതിലിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ജോൽസൻ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നത്. അതിനിടെ ഇതേ സമയം ചിറ്റൂർ പോലീസ് മറ്റൊരു കേസിലെ പ്രതിയെ തേടി കല്ലാണ്ടിച്ചള്ളയിലെ വീട്ടിലെത്തിയിരുന്നു. ഞായറാഴ്ച ചിറ്റൂർ സ്റ്റേഷൻ പരിധിയിൽ നടന്ന അടിപിടിയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയുടെ മൊബൈൽ ലൊക്കേഷൻ തിരഞ്ഞെത്തിയതായിരുന്നു ചിറ്റൂർ പോലീസ്. ഈ സമയം പോലീസിനെ കണ്ട് വീട്ടിലുണ്ടായിരുന്നവർ 4 ഭാഗത്തേക്കും ചിതറിയോടി. പോലീസ് പുറകെ ഓടിയെങ്കിലും അവർ തിരഞ്ഞെത്തിയ പ്രതിയെ കിട്ടിയില്ല. തുടർന്ന് വീടിനകത്ത് നടന്ന സംഭവങ്ങളും ഹണി ട്രാപ്പ് കവർച്ചയും ഒന്നും അറിയാതെ ചിറ്റൂർ പോലീസ് തിരികെ മടങ്ങുകയും ചെയ്തു. ചിറ്റൂർ പോലീസിനെ കണ്ട് തട്ടിപ്പ് സംഘത്തിലുണ്ടായിരുന്നവർ ചിതറിയോടിയ തക്കത്തിലാണ് ജോൽസൻ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. ചിതറിയോടിയ സ്ത്രീകളിൽ ഒരാൾ മദ്യലഹരിയിൽ റോഡിൽ വീണുകിടക്കുന്നത് കണ്ട് നാട്ടുകാർ ചോദ്യം ചെയ്തതോടെയാണ് ഹണി ട്രാപ്പും കവർച്ചയും പുറത്തറിയുന്നത്. മദ്യലഹരിയിൽ നിൽത്തുവീണ സ്ത്രീ ചോദ്യം ചെയ്ത നാട്ടുകാരെ അസഭ്യം പറഞ്ഞു. ഇതോടെ നാട്ടുകാർ വിവരം കൊഴിഞ്ഞാമ്പാറ പോലീസിനെ അറിയിച്ചു. തുടർന്ന് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ നടന്ന സംഭവമെല്ലാം പുറത്തറിഞ്ഞത്. 7 പ്രതികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേര് സർവൈലൻസിലാണ്. ഇനി ബാക്കിയുള്ള 4 പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. പ്രതികളെ ആരാണെന്ന് മനസ്സിലാക്കാം. അവിടെ വീട്ടിൽ തന്നെയാണ്. അവിടെ അസുഖബാധിത തന്നെയാണ്. കാലിൽ മുറിവൊക്കെ അസുഖബാധിത തന്നെയാണ്. അപ്പോൾ അത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ സാറേ ഇവരെ ഉദ്ദേശം എങ്ങനെയാണ്? ഈ പ്രധാന പ്രതി ജിതിൻ തന്നെയാണോ? അല്ല, മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഈ മൈമൂഷ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്കാണ് ഈ മന്ത്രവാദി പൂജാരിയെ ജോൽസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതീക്ഷിച്ച മുഖ്യ റോളിലൊന്നും മനസ്സിലാക്കുന്നത് മർഡർ കേസിലൊക്കെ പ്രതിയാണ്. 13 മർഡർ കേസിലൊക്കെ പ്രതിയാണ് പ്രതീക്ഷ. അപ്പോൾ അവരെ അവരുടെ നേതൃത്വത്തിൽ ഒരു കൂടാതെ നടത്തിയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതായത് ജിത് എന്ന് പറഞ്ഞ ആൾക്ക് 2 കേസുണ്ട്. പ്രധാനപ്പെട്ട കേസല്ല. ഈ അർത്ഥം ലേഡിക്ക് ഇതിൽ കേസുള്ളതായിട്ട് അറിവായിട്ടില്ല. UTV ന്യൂസ് പാലക്കാട്.